നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പ്രതിപാദ്യ വിഷയം ഒരു രാഗമാലിക കീർത്തനമാണ്. ചതുർരഞ്ജിനി, അതായത് 4 രഞ്ജിനി രാഗങ്ങളിലുള്ളത്. കഴിഞ്ഞ വീഡിയോകളിലും ഞാൻ ആരഭിമാനം വൈത്താതരി പാരന്നൈ ആനന്ദഭൈരവി എന്ന് തുടങ്ങുന്ന ഒരു രാഗമാലിക കീർത്തനമായിരുന്നു എൻ്റെ വീഡിയോയിൽ പ്രതിപാദ്യം. അപ്പോൾ ഇന്ന് രഞ്ജിനി നിരഞ്ജിനി എന്ന് തുടങ്ങുന്ന ഒരു കീർത്തനമാണ്. അത് പല്ലവി അനുപല്ലവി ചരണം അനുചരണം എന്ന ഭാഗമുണ്ട്. അത് 4 രഞ്ജിനികളിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അത് നമുക്കൊന്ന് നോക്കാം. ആ 4 രഞ്ജിനികളുടെ പേര് എന്ന് പറയുന്നത് രഞ്ജനി, ശ്രീരഞ്ജനി, മേഘരഞ്ജിനി, ജനരഞ്ജിനി എന്നീ 4 രഞ്ജിനി രാഗങ്ങളിലാണ് ഈ കൃതി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. 59ാമത് മേളകർത്താ രാഗമായ ധർമ്മവതിയിൽ ജന്യമായിട്ടുള്ളതാണ് രഞ്ജനി എന്ന് പറയുന്ന ഈ രാഗം. രഞ്ജനി മൃദു പങ്കജലോചനി രഞ്ജനി മൃദു പങ്കജലോചനി രഞ്ജനി മൃദു പങ്കജലോചനി രഞ്ജനി മൃദു പങ്കജലോചനി രഞ്ജനി. സരിഗ സാസനി ദസ സരിഗ മദസ സാസനി ധനി നിധ മഗ മഗ സരിഗ സാസനി ദസ സരിഗ മദസ സാസനി ധനി നിധ മഗ മഗ സ. അപ്പോൾ ഈ രഞ്ജിനി രാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സന്ദർഭോചിതമായിട്ട് 1974 പുറത്തിറങ്ങിയ സപ്തസ്വരങ്ങൾ എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. അതിൽ ശ്രീകുമാരൻ തമ്പി രചനയെ നിർവഹിച്ച് ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം പകർന്ന് ജയചന്ദ്രൻ പാടിയ സ്വാതി തിരുനാളിൻ കാമിനി എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്. അതും ഈ പറഞ്ഞ പോലെ രാഗമാലികയായിട്ടാണ് ആ പാട്ടും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അനുപല്ലവി വന്നിട്ട് ഈ രഞ്ജിനി എന്ന് പറയുന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് പാടാം. അപ്പോൾ ഇതും അതുമായിട്ടുള്ളൊരു സാമ്യം ഞാൻ പണ്ട് പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ, ഏതെങ്കിലും സിനിമാ ഗാനങ്ങളുടെ ഒരു ഛായ നിങ്ങൾ കേൾക്കുന്ന ഏതെങ്കിലും ഒരു കീർത്തനത്തിൽ അങ്ങനെ രാഗം കണ്ടുപിടിക്കുന്ന ഒരു രീതി ഞാൻ വളരെ മുൻപ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ രഞ്ജിനി രാഗം ഇപ്പോൾ ഈ കീർത്തനത്തിൻ്റെ പല്ലവി പാടി, ഇനി ആ സിനിമാ ഗാനത്തിൻ്റെ ആ രഞ്ജിനിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗവും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആ സാമ്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. പുരന്തരദാസൻ്റെ പുണ്യചിന്തയിൽ പുഷ്പോത്സവങ്ങൾ വിടർത്തിയ രഞ്ജിനി രഞ്ജിനി പുരന്തരദാസൻ്റെ പുണ്യചിന്തയിൽ പുഷ്പോത്സവങ്ങൾ വിടർത്തിയ രഞ്ജിനി ഭക്തമീരതൻ ഭാവനായമുനയിൽ ഭക്തമീരതൻ ഭാവനായമുനയിൽ മുഗ്ധകല്ലോലമുണർത്തിയ രാഗിണി. ഈ ഭാഗമാണ് രഞ്ജിനിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പല്ലവി പോകുന്നത് മോഹനരാഗത്തിൽ സ്വാതി തിരുനാളിൻ കാമിനി സപ്തസ്വര സുധാ വാഹിനി ത്യാഗരാജനും ദീക്ഷിതരും തപസ്സു ചെയ്തുണർത്തിയ സംഗമമോഹിനി സ്വാതി തിരുനാളിൻ കാമിനി. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമാ ഗാനത്തിൽ അതിൻ്റെ അനുപല്ലവി പുരന്ദരദാസൻ്റെ എന്ന് പാടിത്തുടങ്ങുന്ന ഭാഗമാണ് രഞ്ജിനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.
ഇതേ തുടർന്ന് അതിൻ്റെ അകത്ത് നാട്ടക്കുറിഞ്ചി അങ്ങനെ മറ്റു ചില രാഗങ്ങളും കൂടെയൊക്കെ വരുന്നുമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ആ സിനിമാ ഗാനവും ഒരു രാഗമാലികയാണ്. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ, അതായത് ചതുർരഞ്ജിനി എന്ന കൃതിയുടെ അനുപല്ലവി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സംഗീതപരമായ അറിവുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ കൃതിയുടെ അനുപല്ലവി ആ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ നമസ്കാരം.